നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് അർഹമായ ശിക്ഷയാണ് ലഭിച്ചതെന്ന പ്രോസിക്യൂട്ടർ വിജയകുമാർ. പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായും പരിഗണിച്ചു. ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞുവെന്നും വിജയകുമാർ പറഞ്ഞു. പ്രതി ചെന്താമര ശാരീരികമായും മാനസികമായും ആരോഗ്യവാനാണെന്ന് തെളിവുകളിൽ നിന്ന് കോടതിക്ക് ബോധ്യമായതായും വിജയകുമാർ പറഞ്ഞു. കേസിലെ പ്രധാന സാക്ഷി ഗിരീഷിന്റെ മൊഴിമാറ്റം കള്ളത്തരമാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു. കൊല്ലപ്പെട്ട സുധാകരന്റെ ഒരു മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് വിധിയിലുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാൾ മേൽക്കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ സാക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതായും വിജയകുമാർ പറഞ്ഞു. അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് അത് പരിഗണിക്കണം എന്നാണ്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഒരു പെട്ടെന്ന് ഒരു സുമുഹൂർത്തത്തിൽ അയാൾക്ക് റീമോഴ്സിന് ഒരു റിഗ്രറ്റിന് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളും ഞെട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ 15-ാം തീയതി അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 15-ാം തീയതി ഇവിടെ അയാൾ ഒന്നും പറയാത്ത ആൾ അതിനുശേഷം നമ്മൾ ഡെത്ത് പെനാൽറ്റി തന്നെ വേണം എന്ന് പറഞ്ഞ ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു വീണ്ടും വിചാരം വന്നത് എന്നുള്ളത്. അപ്പോൾ അത് കോടതി അത് കാര്യമായിട്ട് എടുത്തില്ല. അതിനാണ് കോടതി എൻ്റെ സൈക്കോളജിസ്റ്റിന് ബോർഡിൻ്റെ റിപ്പോർട്ട് തന്നെ ആവശ്യപ്പെട്ടത്. ആ ബോർഡിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അതിൽ അയാൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അയാളുടെ ഗിരീഷിൻ്റെ മൊഴിയും ഒരു മാറിയതും ഒരു കള്ളത്തരമാണ്. അയാൾ യഥാർത്ഥ സംഭവം കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് വരുത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സാക്ഷ്യപരമായിട്ട് തെളിയിക്കില്ല. അയാൾ ക്രോസ് ചെയ്തിട്ട് കിട്ടിയതാണ് കാര്യങ്ങൾ. കാരണം 10:35 ആ സ്ത്രീ മരിച്ചത്, രണ്ടാമത് ലക്ഷ്മി എന്ന സ്ത്രീ മരിച്ചത്. ഇയാൾ പറയുന്നത് 11 മണിക്ക് ഞാൻ കാണുമ്പോൾ 11 മണിക്കാണ് ഞാൻ കാണുമ്പോൾ ബ്ലഡ് ചീറ്റടിക്കണമെന്നാണ് പറയുന്നത്. 10:35 മരിച്ച ഒരാളിനെ 11 മണിക്ക് ഇയാൾ കാണുന്നത് പറഞ്ഞത് അയാൾ കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ളത് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല എഫക്റ്റാണ്. മെയിൻ ഒരു ടീമായിട്ടാണ് നടന്നത്. എൻ്റെ ലൈസനായാലും ജിനു ആയാലും ശരി, രമേശ് സാറായാലും ശരി, ബാക്കി എല്ലാ സാക്ഷികളും എല്ലാവരും, എൻ്റെ ജൂനിയറായിട്ടുള്ള അനീഷയും എല്ലാവരും ഒന്നിച്ചേർന്നിട്ട് സാക്ഷികളെ അവരുടെ ഉദ്ദേശം അവരെ പഠിപ്പിക്കലല്ല, അവരെ പേടിയില്ലാതെ കോടതിക്ക് എത്തിക്കലാണ് വലിയ ബുദ്ധിമുട്ടായിരുന്നത്. കാരണം എല്ലാവരും പേടിച്ച് ഞങ്ങൾ വരണോ എന്നാണ് ഒരു ചോദ്യം. അത് പറഞ്ഞ് മനസ്സിലാക്കാനേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. UTV ന്യൂസ്, പാലക്കാട്.